ഓ അസാധ്യ സാധനം. അതായത് സ്മെല്ലോണ്ട് ഇനി കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ കൊടുക്കാനുള്ളത് നമ്മുടെ വയനാടിന്റെ 2 ഐറ്റാണ്, ബീഫും തുറമാങ്ങയും. നമ്മൾ നാട്ടിൽ തന്നെയുള്ള ഏറെമാർ ട്രാവൽസ് ആണ് കൊടുക്കാനുള്ളത്. നമ്മൾ ഇതുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു റിവ്യൂ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കൊടുക്കാം. ബീഫ് അച്ചാറാ, ബീഫ് പിക്കിള്. മൂട്. ഈ ബീഫ് അച്ചാറ് ഞാനൊരു വട്ടം ട്രൈ ചെയ്താണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതേപോലെ ഇത് തുറമാങ്ങല്ലേ, വയനാട് സ്പെഷ്യൽ. അത് കാണിക്കാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പിടിച്ചിക്ക. ഏതാണ് അൻസാദിയ വേണ്ടി? ഫസ്റ്റ് ഇത് ബീഫ് അച്ചാർ. ആ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുന്നില്ലേ? ആ സ്മെല്ലുണ്ടല്ലോ, നമുക്ക് കഴിച്ചു നോക്കാം. ഒന്നും പറയാലോ മോനെ, ഇതിലെന്തോരാ ബീഫ് ഉള്ളത്? ബീഫേ ഉള്ളൂ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒന്ന് വേഗം കൊണ്ടറംശിയേ. ഒരു പീസ് എടുക്കാം കേട്ടോ. ഒരു പീസ് ബാക്കി അവിടെ വെക്കണേ. അടിപൊളി. കാരണം ഈ ഒരു ബീഫും ഈ ഒരു അച്ചാറുമായിട്ട് നല്ലോണം മിക്സ് ആയിട്ട് ചോറിന് ഇത് മാത്രം കൂട്ടി കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടോ? ഉണ്ട്. അതെ, അതായത് ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് വേറൊന്നും വേണ്ട, ഈ ബീഫ് അച്ചാറും ചോറും മാത്രം മതി. ഇത് തുറമാങ്ങ. ഇത് നോക്കി സെറ്റാ. എങ്ങനെയുണ്ട്? ഇതാ മസാല നോക്കി. മസാല മറ്റേ അച്ചാർ പറഞ്ഞ പോലെ മസാല ഇതുമായിട്ട് നല്ലോണം മിക്സായി മിങ്കിളായി കിടക്കുന്നുണ്ട്. വേണ്ടിയ ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് തൈര്, നമ്മൾ ആ കട്ടായിട്ടുള്ള തൈരില്ലേ, അതും പിന്നെ ചോറും ഇതും, വേറൊന്നും വേണ്ട. അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ എരിവുണ്ട്. തൈരും ഇതും കൂടി ഒക്കെ മിക്സ് ആക്കി അടിക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക, കഴിച്ചു നോക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.